നമസ്കാരം. കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട് വയ്യാത്തതുകൊണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുകയാണ്. പക്ഷേ ഇപ്പം എനിക്കിത് ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റിയില്ല. കാരണം രാവിലെ എണ്ണിട്ടുടനെ ഞാനൊരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ മറുനാടൻ മലയാളി സാജൻ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളി നമ്മൾ കെ സുധാകരനെ പറ്റിയാണ് പറഞ്ഞത്. കെ സുധാകരനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ ആലോചിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ഈസ് എ വെരി ക്ലോസ് അസോസിയേറ്റ് ഓഫ് മീ. എനിക്ക് വളരെ അടുത്ത സമയത്താണ് പരിചയപ്പെട്ട. പക്ഷേ ഇത്ര നല്ലൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഐ എം നോട്ട് എ ഫെലോ ഹു പ്രൈസ് എനിബഡി, അങ്ങനെ പ്രൈസ് ചെയ്യുന്ന ആളൊന്നും അല്ല. പക്ഷേ ഇത് ജെന്യൂൻ ഫെലോ. അപ്പം സുധാകരനെ പറ്റി പറയുന്നപ്പോൾ ഞാൻ എന്നിട്ട് പുള്ളിയാകെ തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, നേതാവാണ്, മറിച്ചാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. അങ്ങനെ കാണിക്കുന്ന ശരിയല്ല. പുള്ളി ഇപ്പോൾ ഇലക്ഷന് നിൽക്കരുത്, പുള്ളി ഒരു MP അല്ലേ, അങ്ങനെയാണ് ബാക്കിയുള്ള MP മാർ കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഈ ഹൈക്കമാൻഡ് പറഞ്ഞ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ എന്നിട്ട് ഏറ്റവും നല്ല ഒരു വ്യക്തിയാണ്, മറിച്ചാണെന്ന് പറഞ്ഞിട്ട് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സീറ്റ് ഒഴിവരുത്തില്ലേ, പിന്നെ ആര് നിൽക്കും അങ്ങനെ പകരമായിട്ട് അടുത്ത പാർലമെൻറ്റ് സീറ്റ് പോകത്തില്ലേ മറ്റവർക്ക്. കോൺഗ്രസ്സിന് എന്തോ ഒരു ഭയങ്കര സംഭവം സംഭവിക്കാൻ പോണവർ. എന്നിട്ട് പിന്നെ പുള്ളി എനിക്ക് ഏറ്റവും ചൊറിച്ചിൽ വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങനെയാണെങ്കിൽ പുള്ളി പോയി ധർമ്മടത്ത് പോയി നിൽക്കട്ടെ. അപ്പോൾ ധർമ്മടത്ത് പോയി നിന്ന ഈ എത്തിക്സ് പ്രിൻസിപ്പിൾ ഒന്നും അപ്ലൈ ചെയ്യത്തില്ലേ, അത് വേറെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലേ. അപ്പോൾ ധർമ്മടത്ത് പോയി നിൽക്കുക. അങ്ങനെയാണെങ്കിൽ പുള്ളി VD സതീശൻ്റെ അടുത്തോ രമേശ് ചെന്നിത്തലയുടെ അടുത്തോ ചാത്തന്നൂരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു CPM കോട്ടയിൽ പോയി നിൽക്കാൻ. ധർമ്മടത്ത് പോയി നിന്ന് തൊപ്പിയിടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭാവി മൊത്തം പോവും. അങ്ങനെ ധർമ്മടത്ത് പോകേണ്ട കാര്യം എന്താ? അങ്ങനെ വീട് മുട്ടേച്ച് അങ്ങനെ പോകേണ്ട കാര്യം എന്താ? അങ്ങനെ കണ്ണൂരിൻ്റെ പുത്രനാണ്, കണ്ണൂർ വളർത്തിയ ആളാണ്, കണ്ണൂരിന് വേണ്ടി ചോര ഇന്ത്യയാണ്, എത്രയോ കൊല ചെയ്യുന്ന ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ സ്ഥലം വിട്ട് പോയി ധർമ്മടത്ത് പോയി നിൽക്കുക. എന്തൊരു അപഹാസ്യമായ സംസാരമാണ്. ഇങ്ങനെ VD സതീശൻ്റെ അടുത്ത് ഇന്നമാതിരി പറവ് നിൽക്കണ്ട, ഇയാൾ പോയി വേറെ ഏതെങ്കിലും CPM കോട്ടയിൽ ധർമ്മടത്ത് പോയി നിൽക്കാൻ പറയൂ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് പറയൂ, അല്ലെങ്കിൽ KC വേണുഗോപാലിൻ്റെ അടുത്ത് പറയും. അപ്പോൾ അത് ഏറ്റവും വലിയൊരു മോശത്തിലാണ് ഇപ്പോൾ പുള്ളിയുടെ വായിൽ നിന്ന് വന്നത്. അപ്പം അങ്ങനെ പറയുന്ന ഒരു വ്യക്തി എന്തിനു വേണ്ടി പറയുന്നു? ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം. ശരിയാ, ഒരു MP എലക്ട് ചെയ്യുന്നത് 5 വർഷത്തേക്കാണ്, MLA എലക്ട് ചെയ്യുന്നത് 5 വർഷത്തേക്കാണ്. അതിനൊരു ഓബ്ലിഗേഷനുണ്ട്, അവിടുത്തെ സ്ഥലത്തെ ജനങ്ങളോട് ഒരു ഓബ്ലിഗേഷനുണ്ട്. 5 വർഷം നിങ്ങളെ പ്രതിനിധിയായി ഞാൻ നിങ്ങളെ റെപ്രസെൻറ്റ് ചെയ്യും, പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും. അതൊരു പ്രിൻസിപ്പിളാണ്, ദാറ്റ് യു വിൽ ഹാവ് ടു അബൈഡ് ബൈ വിത്ത്. പക്ഷേ ഇതിങ്ങനെ നിന്നൂടാ എന്നൊരു ഇതൊന്നും ഇല്ലല്ലോ. ഇദ്ദേഹം ഈ കെ സുധാകരൻ എന്തിനാ എത്ര വലിയ വാശി പിടിച്ചത്? അദ്ദേഹം നന്നായിട്ട് ഭരിക്കുകയായിരുന്നു KPCC പ്രസിഡൻ്റായിട്ടിരുന്നപ്പോൾ, ഇല്ലേ? ഒരു കുറ്റവും അങ്ങനെ കണ്ടുപിടിച്ചില്ല. പിന്നെ അങ്ങനെ ഇച്ചിരി പ്രായം 80ാമത്തെ വയസ്സിലാണ് ഇവിടെ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി. 85 വയസ്സിൽ അങ്ങനെ മുഖ്യമന്ത്രിയായിട്ടിരുന്നില്ലേ, ബാക്കിയുള്ളവരൊക്കെ ഇരുന്നിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ പിന്നെ ഇങ്ങനെ കുറച്ച് ആവത് കുറവുണ്ട്. എനിക്ക് അതിനെക്കാട്ടി ആവത് കുറവുണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് എല്ലാത്തിനും മാറിപ്പോയി വീട്ടിൽ പോയി കുത്തിയിരിക്കണമെന്നാണ്. നമ്മൾ ജീവനോടുള്ളിടത്തോളം കാലം നമ്മൾ മരിക്കുന്നത് വരെ നമുക്ക് സേവ് ചെയ്യുക. അപ്പോൾ ഇത് അദ്ദേഹമല്ല, ഇത് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് വാക്ക് കൊടുത്ത് എനിക്ക് വാക്ക് തന്നതാണ് എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ. അപ്പോൾ വാക്ക് കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് അതിന് രാഹുൽ ഗാന്ധി വാക്ക് കൊടുക്കാന്ന് വെച്ചാൽ ചെറിയ മനുഷ്യനാണ് പുള്ളി. കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സമുന്നത നേതാവ് അവസാന വാക്ക്. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് വാക്ക് കൊടുത്ത് ഇപ്പം അന്ന് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇറങ്ങാൻ ഇതേ കണക്ക് ഒരു ഹാഷ് ബുഷ് ഉണ്ടായപ്പോഴത്തേക്ക് ഡൽഹിയിൽ ഇതേ കണക്ക് വിളിപ്പിച്ചിട്ട് പറഞ്ഞായിരിക്കും ആരും കേട്ടില്ല. പക്ഷേ ഇദ്ദേഹം ഇപ്പോൾ സമയമാകുമ്പോൾ പറഞ്ഞു എനിക്ക് വാക്ക് തന്നതാണെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ വാക്ക് കൊടുക്കുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമാണ് ഇങ്ങനെയുള്ള വലിയ വ്യക്തികൾ. രാഹുൽ ഗാന്ധിക്ക് വന്നതുകൊണ്ട് പറയാമല്ലോ ഇന്നമാർ, അല്ലെങ്കിൽ പത്രക്കുറിപ്പ് ഇറക്കാമല്ലോ ഇന്നമാർ അങ്ങനെ വാക്കൊന്നും ഹൈക്കമാൻഡ് കൊടുത്തിട്ടില്ലെന്ന്. അവിടെ വെച്ച് തീരത്തില്ലേ പ്രശ്നം? അങ്ങനെ ഒരു വാക്ക് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ രാഹുൽ ഗാന്ധി പറയേണ്ട ഒരു ഹൈക്കമാൻഡ് പത്രക്കുറിപ്പ് ഇറക്കിയാൽ മതി. ഇറക്കിയിരുന്നെങ്കിൽ ഞങ്ങളും എല്ലാം ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. ഞാൻ ഫസ്റ്റിലേ മാറി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞ ഇന്നമാതിരി നിൽക്കരുത്, ശരിയല്ല.
എന്ന് ഞാൻ പറഞ്ഞതിനായിരുന്നു. അപ്പോൾ വാക്ക് കൊടുത്തിട്ട് അതൊരു പറ്റിപ്പായിപ്പോയി. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇത്രയും വികാരഭരിതനായ കണ്ണീര് പോലും വന്ന ഒരു ഇതിൽ ഇത്രയും വികാരതീരനാണെന്ന് അങ്ങനെ ഇലക്ഷൻ നിൽക്കാത്ത ആളാണ്, മന്ത്രി ആവാത്ത ആളാണ്, MP ആവാത്ത ആളാണ്, MLA ആവാത്ത ആളാണ്, എന്തും അങ്ങനെ KPCC പ്രസിഡന്റ് എല്ലാം ബിഗ് പോസ്റ്റിൽ ഇരുന്ന ആളല്ലേ. അപ്പോൾ ഇത്രയും വികാരത്തിന് രാഹുൽ ഗാന്ധി പോലുള്ള ആൾ വാക്ക് കൊടുത്തിട്ട് ആ വാക്കിൽ പിന്മാറിയിട്ട് അങ്ങനെ ഇട്ട് അലട്ടയില്ലായിരുന്ന ഈ റിപ്പോർട്ടർ ചാനലൊക്കെ എന്തൊരു രീതിയിലാണ് അങ്ങനെ പറ്റി മോശമായ രീതിയിൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ധർമ്മടത്ത് പോയി നിന്ന് തൊപ്പിയിട്ട് ജീവിതം ഇതോടുകൂടി തീരണം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നെ ആരെങ്കിലും ഉണ്ടായി സാധനം കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചു. സാധനമൊക്കെ പൊക്കി അങ്ങ് പറയില്ലേ, ഇത് കണക്കൊരു മനുഷ്യനില്ല, മറ്റാണ് മറിച്ചാണ്, കേട്ടില്ലേ നിങ്ങളെല്ലാവരും. എന്നിട്ട് പറയാം ധർമ്മടത്ത് പോയി നിൽക്കാൻ. അപ്പോൾ ധർമ്മടത്ത് പോയി നിൽക്കാൻ ഈ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഇദ്ദേഹം എന്താണ് നിൽക്കുന്നത്, ഇപ്പം എന്താ TV കാണിക്കുന്നതിൻ്റെ മാതിരി ഡൽഹിയിലെ കേരള ഹൗസിൽ പോയി നോ ലയബിലിറ്റി സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങിക്കുന്നത് ഇലക്ഷൻ നിൽക്കാനുള്ള ഇത് തന്നെ. പക്ഷേ അതൊരു ദുരന്തമായിരിക്കും, യാതൊരു സംശയമില്ല. ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട് കേരളം. ഞാൻ കണ്ട് KPCC ഓഫീസിൽ വെച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയവനാണ്. ഈ വികാരധീനനായ ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കും. അന്നൊന്നും ഇങ്ങനെ ഒരു പ്രശ്നമല്ല. പക്ഷേ ബോഡി ലാംഗ്വേജും ഒക്കെ കാണുമ്പോൾ അറിയാം ദോസ് പീപ്പിൾ ഹു ലവ്. എന്തിനാ ലവ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ അനുഭവം പറയാം. സുധാകരനെ പറ്റി ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ആരെങ്കിലും ഞാൻ കുറേ നേരം കൂടെ ഇരുന്ന് ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഓരോ ഡീലിങ്സൊക്കെ. അപ്പം ഇങ്ങനെ ആരെങ്കിലും വന്നപ്പോൾ അപരിചിതനായി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നോട്ടം നോക്കും. ഇങ്ങനെ നോക്കുമ്പോഴേ അറിയാം ഇവർക്ക് ഫ്രോഡാണോ അതോ അല്ല കാര്യം സഹായിച്ചോട്ട് പോകുന്ന ഒരാൾ, അതല്ല ഇവർ ജെന്യൂൻ ആണെന്ന് അങ്ങനെ തോന്നി ആ സെക്കൻഡ് എഴുതി കൊടുക്കും. അല്ലെങ്കിൽ ഫോൺ എടുക്കട്ടെ ഇന്നാളിനെ വിളിക്കും, കാര്യം പറ. ഒരാളെ പോലും അയാൾ നിരാശനാക്കി വിടത്തില്ല. അതാണ് അയാളുടെ ഒരു ക്വാളിറ്റി. നമുക്കറിയാമല്ലോ ബാക്കിയുള്ള നേതാക്കന്മാരെയൊക്കെ നമ്മളെ തടവി നമുക്ക് ചായ കാപ്പി ശരി വിളിച്ചാൽ മതി, അങ്ങനെ പിന്നെ കിട്ടത്തില്ല. എൻ്റെ അനുഭവം ഞാൻ പറയാം, ഫോണിൽ പോലും കിട്ടത്തില്ല. ഞാൻ പറയും നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നില്ല. ഏറ്റവും വലിയ നേതാവിൻ്റെ ഞാൻ പറയുന്നത് അതെന്താ ഡേ ഉടനെ നമ്മളെ ഒപ്പിച്ച് വിളിച്ചിട്ടേ കണ്ട പുള്ളി വിളിച്ചാൽ ഉടനെ ഇറക്കണമെന്ന് പറയും. ഇന്നുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അതേസമയം ഇദ്ദേഹം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ജനങ്ങളെ സ്നേഹിക്കുന്നത് കുറച്ച് നാൾ കൂടെ അദ്ദേഹം സെർവ് ചെയ്യട്ടെ. അദ്ദേഹം ജയിച്ചു വരും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു കാറ്റ് വീശുന്ന സമയമാണ്. എന്തിന് വെറുതെ ആ കാറ്റിൽ അത് ആ ചാൻസ് ഇല്ലാതാക്കി കളയും ഒരു വ്യക്തിക്ക് വേണ്ടി. ഇങ്ങനെ മാത്രം കൊടുത്താൽ മതി, വേറെ ആരെയും നോക്കണ്ട. രാഹുൽ ഗാന്ധി വേറെ ആരും ഇങ്ങനെ മാത്രം കൊടുത്താൽ എന്താ നോക്കി എത്തി കളയുക ബാക്കിയുള്ളൊരു ഹൈക്കമാൻഡിന്. അപ്പോൾ അതുകൊണ്ട് ആ ധൈര്യം പ്രകടിപ്പിച്ച് കൊടുക്കുക. ഒരു ഊർജ്ജസ്വലനായി പ്രവർത്തിക്കുന്ന മാത്രമല്ല കണ്ണൂർ മൊത്തം വരും, കൂടെ ബാക്കിയുള്ളവരോടും വരും. അത് ഒരു വീണ്ടും വിചാരമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള ഒരു ചിന്ത വരും. അങ്ങനെ ഒരു ചിന്ത വരുമ്പോഴേ ആ പാർട്ടിക്കാണ് അത് ഗുണം ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ധർമ്മടത്ത് പോയി നിന്ന് എൻ്റെ ഭാവി ഇല്ലാതാക്കി അതോടുകൂടി തീരുമല്ലോ. ധർമ്മടത്ത് പോയി നിന്ന് ജയിച്ചു വരാൻ പറ്റുമോ? അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട് പിന്നെ നീ മറ്റേൻ്റെ വീട്ടിൽ പോയി താമസിച്ചെന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത്രയും പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെയായതുകൊണ്ട് ഞാൻ വേറെ ആരെ പറ്റി ഇങ്ങനെ പ്രൈസ് ചെയ്യത്തില്ല. ബിക്കോസ് ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സിനെയൊക്കെ നമുക്കറിയാം, കാര്യം സാധിക്കാൻ വേണ്ടി എല്ലാ കാര്യത്തിൽ കഴുതക്കാലിൽ പിടിക്കുക. അതുകൂടാതെ എല്ലാം തരികിടയാണ്. ഒരുവിധപ്പെട്ടവരൊക്കെ വളരെ റെയറായിട്ടുള്ള അവരൊക്കെ മരിച്ചു പോയി, റിയൽ ഓണസ്റ്റ് പൊളിറ്റീഷ്യൻസ്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ സേവനം കുറച്ചാളും കൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടട്ടെ. അങ്ങനെ ആഭ്യന്തരമന്ത്രി എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഇവിടെ വല്ലതുമൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. അതേസമയം വേറെ ആര് വന്നാലും എല്ലാം കണക്കായിരുന്നു. ടിറ്റ് ഫോർ ടാറ്റ, ബൈ 50-50. ഇതിങ്ങനെ അങ്ങനെ അല്ല, നടപടി എടുത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇത്രയും പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് സാഹചര്യം വന്നിരുന്നു. സാഹചര്യം ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ഉള്ളവരാണ്. അപ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആരെങ്കിലും ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യും. ഞാൻ വെറുതെ പറയല്ല, നമ്മൾ നാടിന് വേണ്ടി പറയാം, ഈ പാർട്ടിക്ക് വേണ്ടി പറയാം. നമ്മളെയൊക്കെ ഉള്ളിലൂടെ ഓടുന്ന ഈ കോൺഗ്രസ് ഇത് പ്രവർത്തനമൊന്നും അല്ലെങ്കിലും ഉള്ളിലൊരു രക്തമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത്. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യും, അത് ഏത് പാർട്ടിയായാലും ക്രിട്ടിസൈസ് ചെയ്യും. കോൺഗ്രസ് ആണെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യും. അതാണല്ലോ ഞാൻ ഇപ്പോൾ ഇങ്ങനെ വന്നിരുന്നിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആരും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യും.